ഒരു ചന്ദനത്തിരിയുടെ പരസ്യമുണ്ട്, പ്രാർത്ഥിക്കാൻ ഓരോ കാരണങ്ങളുണ്ട്, നമുക്കൊക്കെ പ്രാർത്ഥിക്കാൻ കാരണങ്ങളുണ്ട്. ഇപ്പോൾ പ്രാർത്ഥന ഒരു വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് സ്കൂളുകൾ, വിദ്യാലയങ്ങളിൽ. അതെ, കാരണം നിർമ്മല കോളേജിന് ശേഷം ഇപ്പോൾ പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടോ. ഞാൻ 5, 6, 7 ഒക്കെ പഠിച്ചത് ഈ സ്കൂളിലാണ്. എനിക്ക് സ്കൂളിനെ കൃത്യമായിട്ട് അറിയാം. നിർമ്മല കോളേജിലെ പോലെ തന്നെ വനിതകളായിട്ടുള്ള വിദ്യാർത്ഥിനികളാണ് ഇത്തരം ആവേശവുമായിട്ട്, പെൺകുട്ടികൾ ഈ ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. കാരണം അവർക്ക് നിസ്കരിക്കാൻ പ്രാർത്ഥനാ മുറി വേണം, ഇതാണ് ഒരു ആവശ്യം വന്നിരിക്കുന്നത്. നിർമ്മല കോളേജിൽ ഇത് തന്നെയായിരുന്നു. നിർമ്മല കോളേജിൽ പ്രാർത്ഥിക്കാൻ അവർ സ്ഥലം ചോദിക്കുന്നു, പിന്നീട് ആൺകുട്ടികളുടെ പിന്തുണയോടെ പ്രിൻസിപ്പളിനെ തടഞ്ഞു വയ്ക്കുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു. വലിയൊരു പ്രശ്നത്തിലേക്ക് അത് കൊണ്ടുപോകാൻ ശ്രമിച്ചു. പക്ഷെ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ മാനേജ്മെൻറ്റിനും പിന്നീട് മതസംഘടനകൾക്കും കഴിഞ്ഞു. ചില മുസ്ലിം നേതാക്കളൊക്കെ അതിലെടുത്ത നിലപാട് നമുക്ക് ഭയങ്കര നമ്മൾ സ്വാഗതം ചെയ്യുന്ന ഒരു കാര്യമാണ് കേരളം. അതാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ വയനാട് പ്രളയം ദുരന്തമുണ്ടായി. ഇപ്പോൾ പൈങ്ങോട്ടൂർ വന്നിരിക്കുകയാണ്. ഈ പൈങ്ങോട്ടൂരിനെ കുറിച്ചിട്ട് ഈ ഒരു വിവാദം ഉണ്ടായതിനു ശേഷം ദീപിക ഇതിനെക്കുറിച്ച് ഓഗസ്റ്റ് 14 ഒരു മുഖപ്രസംഗം എഴുതി. ഈ മുഖപ്രസംഗം ഇപ്പോൾ വൈറലാണ്. അതെ, പള്ളിക്കൂടവും വഖഫ് ബോർഡിൻ്റെതല്ല. അതെ, ഈ വഖഫ് ബോർഡിൻ്റെ ഒരു സംഭവം, ഒരു വാർത്ത നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഇത്തരം ഒരു ഇതുണ്ടാവുന്നത്. അപ്പോൾ ഈ വഖഫ് ബോർഡിൻ്റെ പുതിയ പരിഷ്കാരം ചെയ്ത നിയമങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന കുറേ ആളുകൾ ഇപ്പോൾ ഒന്ന് മറച്ചു ചിന്തിക്കാനും ഈ മുഖപ്രസംഗത്തിന് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? കാരണം അത് പറയുന്നതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് രാകേഷ്. കാരണം വിദ്യാലയങ്ങൾ ഒരിക്കലും ഇത്തരത്തിൽ ആരാധനാ കേന്ദ്രങ്ങളല്ലല്ലോ. വിദ്യാലയങ്ങളിൽ ഒരിക്കലും മതപരമായ പഠനങ്ങളല്ല, മതം പഠിപ്പിക്കുന്നതല്ല, വിദ്യാർത്ഥികൾ തമ്മിലുള്ള മതത്തിൻ്റെ പേരിലുള്ള ചേരിതിരിവ് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളല്ല. എല്ലാ വിദ്യാർത്ഥികളും ഒരേപോലെ മതങ്ങളെല്ലാം മറന്ന് അവരുടെ പഠനം നടക്കുന്നൊരു സ്ഥലമാണ്. പഠനവും അവരുടെ സാംസ്കാരിക നേട്ടങ്ങളും അതോടൊപ്പം തന്നെ അവരുടെ വ്യക്തിപരമായ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റും എല്ലാം നടക്കുന്നത് ഈ വിദ്യാലയങ്ങളിലാണ്. അവിടെ ഇത്തരത്തിൽ മതപരമായൊരു വേർതിരിവുണ്ടാക്കുന്ന രീതിയിലേക്ക് പോകുന്നത് ശരിയാണോ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രസക്തമായൊരു ചോദ്യം. ദീപിക അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു മുഖപ്രസംഗം എഴുതേണ്ടി വന്നത്. കാരണം വിദ്യാലയങ്ങളിൽ ഇങ്ങനെ ഇപ്പോൾ ദീപിക തന്നെ പറയുന്നുണ്ട്, ഇപ്പോൾ 2 കുട്ടികൾ ആവശ്യപ്പെട്ടു, ഇനി അവർ എണ്ണം കൂടാം, മറ്റു മതവിഭാഗക്കാരും ഇങ്ങനെ തുടങ്ങിയാൽ എന്തായിരിക്കും ഒരു വിദ്യാലയത്തിൻ്റെ അവസ്ഥ? അതിൻ്റെ കൂടെ ദീപിക പറയുന്ന വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഹിന്ദു മതത്തിൽപ്പെട്ടതോ ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ടവരോ ആവശ്യപ്പെടാത്തൊരു കാര്യമാണ് ഒരു വിഭാഗം കുട്ടികൾ ഇതേ മുസ്ലിം വിഭാഗത്തിലുള്ള കുട്ടികൾ ആവശ്യപ്പെടുന്നത്. ഇതെല്ലാം ഭയങ്കരമായിട്ടുള്ള പ്രശ്നത്തിന് കാരണമാക്കും. നോക്കൂ, ഈ സ്കൂളിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഈ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഞാൻ പഠിക്കുമ്പോഴും ഈ വെള്ളിയാഴ്ചകളിൽ ഈ ഒരു സമയം കൊടുക്കും. അത് എനിക്ക് പറയുന്ന നിയമം ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ സമയം കൊടുക്കും, കുട്ടികളൊക്കെ ആ വഴിക്ക് പോവും, നമ്മൾ വെറുതെ ഇരിക്കും. ഈ ആദ്യ വെള്ളിയാഴ്ച ആണെങ്കിൽ ഈ ക്രിസ്ത്യൻ കുട്ടികളും ഈ കുർബാന എന്നൊക്കെ പറഞ്ഞ് ആദ്യ വെള്ളിയാഴ്ച പരിപാടി എന്ന് പറഞ്ഞു പോവും. അപ്പോഴൊക്കെ ചില സമയത്ത് ഈ മുസ്ലിം കുട്ടികൾ പള്ളി കഴിഞ്ഞ് വരുമ്പോൾ ഈ ക്രിസ്ത്യൻ മാനേജ്മെൻ്റാണ് ഈ സ്കൂള്. അപ്പോൾ ഇവിടുത്തെ സ്നേഹസേന എന്നൊക്കെ പറഞ്ഞ് കുറേ ബുക്സൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന്, ഞാനും ഈ പറയുന്ന എല്ലാ ജാതിയിലുള്ള ആളുകളും ഒരുമിച്ചിരുന്ന് ഇതൊക്കെ വായിച്ചാൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ഊണ് കഴിച്ച് നമുക്കന്ന് മതം അറിയില്ല. എൻ്റെ കൂടെ പഠിക്കുന്ന ഒരാളുടെ മതം നമ്മൾ ചോദിക്കാറില്ല, അറിയാറില്ല. പക്ഷെ ഇപ്പോൾ മതത്തിൻ്റെ പേരിലാണ്. ഇപ്പോൾ ബിബിൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ, വിദ്യാഭ്യാസം നടത്തുന്ന ഒരു വിദ്യാലയം എന്ന് പറഞ്ഞാൽ അവിടെ മതമല്ല അവിടുത്തെ വിഷയം, പ്രാർത്ഥനയല്ല അവിടുത്തെ വിഷയം, ആരാധനയല്ല അവിടുത്തെ വിഷയം. അവിടെ ആരാധിക്കാം, അധ്യാപകരെ ആരാധിക്കാം, നമ്മൾ സാമൂഹ്യ പാഠത്തിലൊക്കെ പഠിക്കുന്ന വലിയ സ്വാതന്ത്ര്യ സമര സേനാനികളെയും ലോക നേതാക്കളെയും ഒക്കെ ആദരിക്കാം. ഇതൊക്കെയാണ് അവിടുത്തെ ഒരു ആരാധനയും ആദരവും എന്നൊക്കെ പറയുന്നതാണ് എൻ്റെ നിലപാട്. ഇനി അടുത്തൊരു കാര്യം പറഞ്ഞാൽ, ഈ പൈങ്ങോട്ടൂർ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ നിന്നാണ് ഞാനും അവിടുത്തെ ഒരു വോട്ടറാണ്. ഈ മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിൽ വോട്ടറാണ്. അതുകൊണ്ട് അവിടുത്തെ ലോക്സഭാ എം പി ആയിട്ടുള്ള ഡീൻ കുര്യാക്കോസിന്റെ നാടത്താണ്. അവിടുത്തെ നമ്മുടെ പിണറായി വിജയനെയൊക്കെ ഒരുപാട് പേടിപ്പിച്ചിട്ടുള്ള ഞങ്ങളുടെ MLA മാത്യു കുഴൽനാടൻ്റെ നാടും അവിടെയാണ്. ഈ സ്കൂളിലേക്ക് പോകുമ്പോൾ മാത്യു കുഴൽനാടൻ്റെ വീട് നമുക്ക് കാണാം. എനിക്ക് തോന്നുന്നത് ഈ സെൻറ്റ് ജോസഫ് പള്ളിയിലായിരിക്കും മാത്യു കുഴൽനാടൻ ഞായറാഴ്ച കുർബാനയ്ക്ക് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളൊന്നും മിണ്ടിയിട്ടില്ല. നിർമ്മല കോളേജിൻ്റെ വിഷയത്തിൽ ഇവർ മിണ്ടിയിട്ടില്ല, ഈ ഒരു കാര്യത്തിലും ഇവർ മിണ്ടിയിട്ടില്ല. ഇനി ഏകീകൃത സിവിൽ, നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത ഏകീകൃത സിവിൽ കോഡ്, ഈ ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ചുള്ള വിവാദം ഈ ഇലക്ഷന് മുമ്പ് വന്നപ്പോൾ ഈ പൗരത്വ ഭേദഗതിക്കെതിരെ 24 മണിക്കൂർ റിലേ സത്യാഗ്രഹം നടത്തിയ ആളാണ് ശ്രീ മാത്യു കുഴൽനാടൻ. അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകൾ നോക്കൂ. കഴിഞ്ഞ തവണത്തെ വിഷുവും ഈസ്റ്ററും പെരുന്നാളും, ചെറിയ പെരുന്നാളും ഒരുമിച്ചാണ് വന്നത്. ഇതിന് 3 അദ്ദേഹത്തിൻ്റെ
പോസ്റ്റുകൾ ഇങ്ങനെ നിറഞ്ഞു നിന്നിരുന്നു. അപ്പോൾ ഇങ്ങനെ മതേതര മൂല്യമുള്ള ഞങ്ങളുടെ MLA-യുടെ വായോടെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഒരു വാക്ക് വരുന്നില്ല, MP-യുടെ വായിൽ നിന്ന് ഒരു വാക്ക് വരുന്നില്ല. ഇത് അസ്വസ്ഥമാക്കുന്നത് അവിടുത്തെ ക്രൈസ്തവരെ തന്നെയാണ്. കാരണം മൂവാറ്റുപുഴ നിയോജകമണ്ഡലത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ BJP-യും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടി LDF-ഉം ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ നിർത്തുന്ന കേരളത്തിലെ ചുരുക്കം ചില മണ്ഡലങ്ങളിലൊന്നാണ് മൂവാറ്റുപുഴയിൽ. ഇപ്പോൾ ആര് നിന്നാലും BJP സ്ഥാനാർത്ഥി ക്രിസ്ത്യനായിരിക്കും, കോൺഗ്രസ് ക്രിസ്ത്യനായിരിക്കും, LDF എല്ലാവരും ക്രിസ്ത്യൻ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്ഥലത്താണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാവുന്നത് എന്ന് പറയുമ്പോൾ അത് കാര്യമായിട്ട് തന്നെ രാഷ്ട്രീയക്കാർ അതിൽ ഇനി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനുള്ള ശ്രമം അവർ നടത്തേണ്ടതാണ് എന്നുള്ളതാണ്. അത് രാകേഷ്, അതിൽ ഇപ്പോൾ ഇത് പൈങ്ങോട്ടൂരോ അല്ലെങ്കിൽ നിർമ്മല കോളേജിലോ മാത്രം ഒതുങ്ങുന്ന ഒരു പ്രശ്നമല്ല. കാരണം ഇത് ഇനി പല സ്ഥലങ്ങളിലും, ഇപ്പോൾ എല്ലാ ജില്ലകളിലും, എറണാകുളം ജില്ല മാത്രമല്ല മറ്റു പല ജില്ലകളിലോ മറ്റു പല വിദ്യാലയങ്ങളിലോ ഇത് ഇനി കണ്ടേക്കാം. കാരണം ഇതൊരു തുടക്കമാണോ എന്ന് ഭയപ്പെടുകയാണ്. കാരണം ഇത് എന്തിനു വേണ്ടിയാണ് ഇങ്ങനൊരു പ്രാർത്ഥന നടത്തണം, വിദ്യാലയത്തിനുള്ളിൽ തന്നെ നടത്തണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നത്? ഇത് കുട്ടികളുടെ മനസ്സിൽ വിരിഞ്ഞ ആഗ്രഹമാണോ, ആശയമാണോ? ഇതിൻ്റെ പുറകിൽ ആരെങ്കിലും അവരെ പറഞ്ഞു കൊടുത്ത് വിട്ടതാണോ? അങ്ങനെയാണെങ്കിൽ ഈ മതേതര കേരളത്തെയോ മതേതര രാജ്യത്തെയോ തകർക്കുന്ന ഒരു സമീപനമല്ലേ അത്? കാരണം വിദ്യാലയങ്ങളിലും കുട്ടികൾക്കിടയിലും മതചിന്ത വളരുക എന്ന് പറയുന്നത് ഏറ്റവും മോശമായൊരു കാര്യമാണ്. എല്ലാവർക്കും അവരുടേതായ മതങ്ങളുണ്ടാവും, വിശ്വാസങ്ങളുണ്ടാവും. ആ വിശ്വാസങ്ങളെ മുറുകെ പിടിക്കുക എന്നതിനപ്പുറം തങ്ങളുടെ മതവിഭാഗത്തെ മാത്രം കൂട്ടിച്ചേർക്കുന്ന ഒരു ചിന്താഗതി കുട്ടികൾക്കിടയിൽ വന്നാൽ അത് ഭാവിയിൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മളൊക്കെ പണ്ട് പഠിച്ചിരുന്ന കാലങ്ങളിലൊന്നും ഇത്തരത്തിൽ ക്ലാസ്സിൽ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന കുട്ടികളുടെ മതം ഏതാണെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അവരുടെ പേര് പോയി കേട്ടാൽ പോലും നമ്മൾ ചിന്തിക്കാറില്ല, ഏത് മതത്തിൽപ്പെട്ടാണെന്ന് ചിന്തിക്കാറില്ല. വിദ്യാഭ്യാസം കൂടി വരുന്നൊരു കാലഘട്ടമാണ്. എല്ലാവർക്കും ഭയങ്കര വിദ്യാഭ്യാസമാണ്, എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ് കേരളം എന്നൊക്കെ പറയുന്നു. അവിടെയാണ് ഇത്തരം മതചിന്തകൾ കുത്തി നിറയ്ക്കുന്ന ഒരു വൃത്തികെട്ട സമൂഹത്തിലേക്ക് നമ്മൾ മാറിപ്പോകുന്നത്. എന്തുകൊണ്ടാണ് ഇതിൻ്റെ പുറകിൽ നിൽക്കുന്നവർ? പാവം കുട്ടികളെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഈ സ്കൂളിലെ കുട്ടികൾ എന്തായാലും 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളൊക്കെ ആയിരിക്കാം. അപ്പോൾ ആ കുട്ടികളെ പറഞ്ഞിട്ട് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ പുറകിൽ ഈ ഒരു ആവശ്യം ഉന്നയിക്കാൻ പറഞ്ഞു വിടുന്ന ആൾക്കാരുണ്ടാവില്ലേ? അവരാണ് ചിന്തിക്കേണ്ടത്. മാത്രമല്ല, നേരത്തെ നിർമ്മല കോളേജിൽ സംഭവിച്ചതുപോലെ അവിടുത്തെ ഈ മതവിഭാഗത്തിൽപ്പെടുന്ന അതിൻ്റെ നേതാക്കൾ ഇത് പരിഹരിക്കുക, മതേതര മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് അവർ രംഗത്ത് വരിക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ ബാബറി മസ്ജിദൊക്കെ പൊളിച്ചപ്പോൾ കേരളത്തിലെ മതവിഭാഗ നേതാക്കന്മാർ പ്രതികരിച്ചത് ശ്രദ്ധേയമാണ്. കാരണം ഒരു മതചിന്തയില്ലാതെ ആ പ്രശ്നം, മതത്തിൻ്റെ പേരിലുള്ള വർഗീയ സംഘർഷമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നേതൃത്വം കൊടുത്തവരാണ്. അപ്പോൾ അതുപോലുള്ള ആളുകൾ ഈ രംഗത്തും ഇത്തരത്തിൽ വിദ്യാലയങ്ങളിലേക്ക് ഇത് കുത്തിക്കയറ്റുന്ന സന്ദർഭങ്ങളിലെങ്കിലും ഇനി ഇടപെട്ടില്ലെങ്കിൽ ഇത് ഇവിടെ മാത്രമല്ല, പൈങ്ങോട്ടൂരോ നിർമ്മല കോളേജിലോ മാത്രമല്ല മറ്റു പല വിദ്യാലയങ്ങളിലേക്കും ഇത് വ്യാപിക്കാൻ സാധ്യതയില്ലേ? വോട്ട് എന്ന് പറഞ്ഞ ഒരു 2 വാക്കിൽ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു കാര്യത്തെ സമീപിക്കുന്ന രാഷ്ട്രീയക്കാരോടും പറയാനുള്ളത് ഇത് തന്നെയാണ്. മതേതര മൂല്യമുള്ള കേരളം ആണ് നമ്മളുടെ ഏറ്റവും വലിയ അന്തസ്സും നമ്മുടെ അഭിമാനവും. അപ്പോൾ ആ അഭിമാനത്തിൽ ഉയർന്നു നിന്നാലാണ് ഒരു ജനപ്രതിനിധി ആവുള്ളൂ എന്നുള്ളൊരു വിശ്വാസം അവർക്കും വരട്ടെ എന്ന് നമുക്ക് എന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളൂ. അല്ലേ, ഇപ്പം നമ്മുടെ ജനപ്രതിനിധികളൊക്കെ ഇതിൽ മുൻകൈ എടുക്കേണ്ടതാണ്. കാരണം ഒരു മതവിഭാഗത്തെ, ഏതെങ്കിലും മതവിഭാഗങ്ങളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് വോട്ട് ശേഖരിക്കുന്ന രീതിയൊക്കെയാണ് രാഷ്ട്രീയത്തിൽ കാണുന്നത്. അതിന് പകരം അവർക്ക് ഇപ്പോൾ നമുക്ക് മറ്റു പല നേതാക്കന്മാരുമുണ്ട്. PT തോമസിനെ പോലുള്ള നല്ല നേതാക്കന്മാർ നമുക്കുണ്ട്. അപ്പം നട്ടൽ നിവർത്തി മുട്ടുകാലിൽ ഉറച്ചു നിൽക്കുന്ന ജനാധിപത്യത്തെയും മതേതരത്തെയും മുറുകെ പിടിക്കുന്ന നേതാക്കളാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയുള്ളവരാണെങ്കിൽ അവർക്ക് ഈ സമയത്ത് പ്രതികരിക്കാൻ കഴിയുമായിരുന്നു. മൺമറഞ്ഞു പോയ PT തോമസ് ഇപ്പോഴും ഇടുക്കി MP ആയിരുന്നെങ്കിലോ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ് ഈ വിവാദങ്ങൾ കാണുമ്പോൾ. മറ്റു വിഷയവുമായി വീണ്ടും ചേരാം. നന്ദി, നമസ്കാരം.